പേര് ഹഫ്സാം സാഫ്. ഞാനിന്നിവിടെ സ്ട്രോബെറി കുടുംബത്തിന് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ വിത്ത് മക്രോണി. ഇത് ഞാൻ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഇത് മക്രോണി 500 ഗ്രാം ഉപ്പും ഓയിലും ചേർത്ത് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് ബോൺലെസ് ചിക്കന് 500 ഗ്രാം. ഇതില് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി, കോൺഫ്ലോർ, ഉപ്പ്, സോയാ സോസ് ഇതെല്ലാം ചേർത്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കുരുമുളക് പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, വെളുത്തുള്ളി 6 അല്ലി ഇത് ചെറുതായി അരിഞ്ഞു വെച്ചതാണ്. ഇഞ്ചി 1 ഇഞ്ച് നീളത്തിൽ 1 കഷ്ണം ചെറുതായി അരിഞ്ഞു വെച്ചത്, മല്ലിച്ചപ്പ് കുറച്ച്, 1 കപ്പ് ബീൻസ് ചെറുതായി അരിഞ്ഞത്. ഇത് ക്യാപ്സിക്കം, ഞാൻ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് കളർഫുൾ ആകട്ടെ എന്ന് കരുതി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം, ഗ്രീൻ ആയാലും യെല്ലോ ആയാലും റെഡ് ആയാലും ഒന്നും കുഴപ്പമില്ല. ഞാൻ 1 ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞു വെച്ചത്. ഇത് 2 ടൊമാറ്റോ പേസ്റ്റ് ആക്കിയത്, നന്നായിട്ട് മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ അടിച്ചെടുത്തതാണ് 2 ടൊമാറ്റോ. ഇത് ക്യാരറ്റ് 1 കപ്പ്. ഇത് വലിയ ഉള്ളി 2 ഇടത്തരം വലിയ ഉള്ളി സ്ക്വയർ പീസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഉപ്പ്, ഓയില്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചിക്കൻ മക്രോണി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഈ ചിക്കന് വറുത്ത് കോരിയെടുക്കാം. മീഡിയം ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ മറിച്ചു കൊടുക്കുക. അങ്ങനെ ചിക്കൻ എല്ലാം വറുത്തു. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ചിക്കൻ്റെ എല്ലാ ഫ്ലേവറും അതിലുണ്ടാവും. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല മൂത്ത മണം വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നന്നായി മൂത്തതിന് ശേഷം ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ നന്നായി ലോ ഫ്ലെയിമിലിടണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ബീൻസ്, ക്യാരറ്റ് എന്നിവ ചേർത്ത് കൊടുക്കുക. ഒരല്പം ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. ഇനി ഇതൊന്ന് ഒരല്പം വാടുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതിനുശേഷം തുറന്ന് നോക്കാം. ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായി വേവണം. ഈ പച്ച മണമെല്ലാം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ലവണ്ണം വെള്ളം എല്ലാം വറ്റി ഉഷാറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം രണ്ടും നന്നായി യോജിപ്പിച്ച് ഒരു 3 മിനിറ്റ് കൂടെ അടച്ചു വെക്കുക. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ക്യാപ്സിക്കവും വലിയ ഉള്ളിയും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ഇതിലേക്ക് നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. സോയാ സോസ്, നേരത്തെ ചിക്കനിൽ സോയാ സോസ് ആഡ് ചെയ്തിരുന്നു. സോയാ സോസ് ഒരു 2 സ്പൂണും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക.
നമുക്ക് തുറന്ന് നോക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മക്കറോണി വേവിച്ച് ഉപ്പും ഒരല്പം ഓയിലും ഒഴിച്ച് വേവിച്ച് വെച്ചതാണ്. ഓയിൽ ഒഴിക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്നുകൂടെ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് ആവി കയറ്റിയെടുക്കാം. 3 മിനിറ്റ് കഴിഞ്ഞു. തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്ത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിൽ ക്യാപ്സിക്കം ഒന്നും അധികം വേവാൻ പാടില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഡിഷാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, താങ്ക് യു.